കളങ്കാവൽ വമ്പൻ വിജയം നേടി രണ്ടാം വാരത്തിലേക്ക്. ആദ്യവാരം പിന്നിടുമ്പോഴും ചിത്രം കേരളത്തിലെ 300-ൽ പരം സ്ക്രീനുകളിലാണ് പ്രദർശിപ്പിക്കുന്നത്. ഗംഭീര പ്രേക്ഷക പിന്തുണ നേടിയ ചിത്രം മുന്നേറുകയാണ്. കളങ്കാവൽ 60 കോടിക്ക് മുകളിൽ ആഗോള ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കി 100 കോടിയിലേക്കുള്ള യാത്രയിലാണ്. ബോക്സ് ഓഫീസിൽ കൊടുങ്കാറ്റായി മമ്മൂട്ടി മാച്ച് കളങ്കാവൽ ചിത്രം കോടികൾ നേടി മുന്നേറുന്നു. 100 കോടി അടിച്ചിട്ടേ ഇത്തവണ മമ്മൂക്ക പോകൂ എന്ന് ഉറപ്പിക്കാം. മമ്മൂക്ക, വാട്ട് ആൻ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ്. കിടിലം പടം. വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ഫ്രം മമ്മൂട്ടി കമ്പനി. ആദ്യ ദിനം തന്നെ 15 കോടി നേടി ഞെട്ടിച്ചു. പിന്നെ ഒട്ടും പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെ. കളങ്കാവൽ കൊയ്ത്ത് തന്നെയാണ് ബോക്സ് ഓഫീസിൽ കണ്ടത്. ശേഷമുള്ള ദിനങ്ങളിലെ കോടികൾ നേടുന്ന ചിത്രം ഉറപ്പായും 100 കോടി നേടി മുന്നേറുമെന്ന് ഉറപ്പിക്കാം. മമ്മൂട്ടിയെപ്പോലൊരു രാക്ഷസ നടികർക്ക് മുന്നിൽ കൺവിൻസിംഗ് ഹീറോ ആയി നിൽക്കേണ്ട ബാധ്യത വിനായകനുണ്ട്. അതുകൊണ്ട് തന്നെ വിനായകനും മമ്മൂട്ടിയും തകർത്താടുകയാണ് ചിത്രത്തിൽ. അതിഗംഭീര അഭിപ്രായമാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. തിയേറ്ററിൽ ഒരു മമ്മൂട്ടി ചിത്രത്തിനായി 8 മാസത്തോളമാണ് കാത്തിരുന്നത്. ആ കാത്തിരിപ്പിന് ഫലം കണ്ടു. അത്തരത്തിൽ അടിവരയിടുന്ന ഒരു ചിത്രം തന്നെയാണ് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത കളങ്കാവൽ. ഡെവിലിഷ് കഥാപാത്രമായി മമ്മൂട്ടിയുടെ അഴിഞ്ഞാട്ടമാണ് നാം കണ്ടത്. സാധാരണ ക്രൈം ഡ്രാമ ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറ്റവാളിയെ പ്രേക്ഷകന് മുന്നിലേക്ക് ആദ്യം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് കഥ. പിന്നീട് മിക്കവാറും സ്ഥലങ്ങളിൽ പ്രതീക്ഷിതവും പ്രതീക്ഷിക്കുന്ന ഇടങ്ങളിൽ അപ്രതീക്ഷിതവുമായി മുന്നേറുന്ന കഥയാണ് കളങ്കാവലിൽ കാണുന്നത്. വ്യത്യസ്തമായുള്ള ഒരു ക്രൈം ഡ്രാമയും മികച്ച അഭിനയ മുഹൂർത്തങ്ങളും തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് കണ്ണും പൂട്ടി ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ചിത്രം കൂടിയാണിത്. മമ്മൂട്ടി, വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിതിൻ കെ ജോസ് സംവിധാനം നിർവഹിച്ച കളങ്കാവൽ വമ്പൻ വിജയം അതുകൊണ്ട് തന്നെ നേടുന്നുണ്ട്. രണ്ടാം വാരത്തിലേക്ക് കിടക്കുമ്പോഴും ആ മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കും. ആദ്യ വാരം പിന്നിടുമ്പോഴും ചിത്രം കേരളത്തിലെ 300-ൽ പരം സ്ക്രീനുകളിലാണ് പ്രദർശിപ്പിക്കുന്നത്. കേരളത്തും വിദേശത്തും ഗംഭീര പ്രേക്ഷക പിന്തുണ നേടിയാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത്. ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് തിരക്കഥ രചിച്ചത്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിച്ച 7ാമത്തെ ചിത്രം കൂടിയാണിത്. വേഫെ ഫിലിംസ് ആണ് ചിത്രം കേരളത്തിൽ വിതരണം ചെയ്തത്. റിലീസ് ചെയ്ത ആദ്യ വാരത്തിൽ തന്നെ ചിത്രം 50 കോടി ക്ലബിൽ എത്തിയിരുന്നു. ആഗോള ബോക്സ് ഓഫീസിൽ തകർപ്പൻ പ്രകടനം നടത്തുന്ന ചിത്രം ഇതിനോടകം തന്നെ 70 കോടിക്ക് മുകളിൽ സ്വന്തമാക്കി. റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലും ഗൾഫിലും ചിത്രം മികച്ച പ്രതികരണവും ഗംഭീര കളക്ഷനുമാണ് കൊയ്യുന്നത്. വിനായകൻ നായകനും മമ്മൂട്ടി പ്രതിനായകനുമായി എത്തിയ ചിത്രം ഇവരുടെ അസാമാന്യമായ പ്രകടന മികവിലാണ് പ്രേക്ഷകരെ ഓരോ നിമിഷവും ഞെട്ടിക്കുന്നത്. കണ്ടവരും വീണ്ടും സിനിമ കാണാൻ പോകുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഡിസംബർ 5-നായിരുന്നു കളങ്കാവൽ റിലീസ്. കേരളത്തിന് പുറമെ ഇതര സംസ്ഥാനങ്ങളിലും കളങ്കാവലിന് മികച്ച കളക്ഷൻ ലഭിക്കുന്നുണ്ട്. 6 ദിവസം കൊണ്ട് 23 കോടിക്ക് മുകളിലാണ് കേരളത്തിൽ നിന്നും കളങ്കാവൽ നേടിയത്. കർണാടകയിൽ 2 കോടിയും ആന്ധ്ര തെലങ്കാനയിൽ 32 ലക്ഷവും തമിഴ്നാടിൽ 1 കോടിക്ക് മുകളിലും മറ്റിടങ്ങളിൽ നിന്നും 8 ലക്ഷം എന്നിങ്ങനെയാണ് കളങ്കാവൽ ആകെ സ്വന്തമാക്കിയിരിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.